എൻ്റെ ആദ്യ ഉംറ യാത്ര, ആദ്യ വിദേശയാത്ര, ആദ്യ ഫ്ലൈറ്റ് യാത്ര, 3 വയസ്സ് പോലും തികയാത്ത മകളെ കൂടെ കൂട്ടാതെയുള്ള ഞങ്ങളുടെ ആദ്യ വിദൂര യാത്ര. അങ്ങനെ പലതുകൊണ്ടും പ്രത്യേകമാണ് ഈ യാത്ര. മലപ്പുറത്തെ എയർപോർട്ടിൽ നിന്നും ഞാനും പ്രിയപ്പെട്ടവളും ഉംറ സംഘത്തോടൊപ്പം നേരെ ജിദ്ദ എയർപോർട്ടിലോട്ട്. മേഘങ്ങൾ പൊതിഞ്ഞുമൂടിയ ആകാശക്കെട്ടിലൂടെയുള്ള പറന്നുയരൽ തീർത്തും അവർണ്ണനീയമാണ്. ഇഹ്റാം ചെയ്തതിനാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തുന്നിയ വസ്ത്രങ്ങൾ, പെർഫ്യൂംസ് എന്നിവ ഉപയോഗിക്കുക. തലമറക്കുക, എണ്ണ തേക്കുക, അങ്ങനെ. ജിദ്ദയിൽ നിന്നും AC ബസ്സിൽ മക്കയിലെ ഫുന്ദഖ് മനാറത്തുൽ മിസ്കിൽ എത്തിച്ചേർന്നു. കാണുന്നതെല്ലാം പുതിയ കാഴ്ചകൾ, പുതിയ മനുഷ്യർ. നല്ല നാടൻ ഭക്ഷണം കഴിച്ച് മുറിയിലോട്ട്. എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ അല്പം വിശ്രമം. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ലബ്ബൈക്ക് ചൊല്ലി മസ്ജിദുൽ ഹറാമിനെ ലക്ഷ്യമാക്കി നടന്നു. ഫോട്ടോകളിൽ മാത്രം കണ്ടു ശീലിച്ച കഅബയെ നേരിട്ട് കാണാൻ വല്ലാതെ പൂതിയാകുന്നു. മനസ്സിലെ സന്തോഷവും കൗതുകവും അടക്കാൻ കഴിഞ്ഞില്ല. കഅബ കണ്ട് നടത്തുന്ന ആദ്യ ദുആക്ക് ഉത്തരമുണ്ടെന്നാണ്. ആവശ്യമുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിച്ച് തവാഫ് തുടങ്ങി. 7 തവണ കഅബ ചുറ്റി 2 റക്അത്ത് നിസ്കരിച്ച് ദുആയിരുന്ന് മതിയാവോളം സംസം വെള്ളം കുടിച്ച് സഅയ് ചെയ്യാൻ സഫ മർവയിലോട്ട് നീങ്ങി. 7 തവണ നടന്ന് മുടിമുറിച്ചാൽ ഉംറ പൂർത്തിയായി. അൽഹംദുലില്ലാ. സന്തോഷം, അടങ്ങാത്ത സന്തോഷം. അള്ളാഹു സ്വീകരിക്കട്ടെ. വിശുദ്ധമായിട്ടുള്ള കഅബക്ക് മുന്നിലാണുള്ളത്. ആദ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. മാഷാ അല്ലാഹ്. വിശുദ്ധമായിട്ടുള്ള കഅബ കണ്ടുകൊണ്ട് ചോദിക്കുന്ന ആദ്യത്തെ ദുആക്ക് ഉത്തരമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മസ്ജിദുൽ ഹറാമിൻ്റെ മുന്നിലാണുള്ളത്. ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ നിസ്കരിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന ലോകത്തിലെ തന്നെ വലിയൊരു പള്ളിയാണ് മസ്ജിദുൽ ഹറാം. മറ്റുള്ള പള്ളികൾ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 പ്രതിഫലം അധികം ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. സംസം വെള്ളമാണ് മസ്ജിദുൽ ഹറാമിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ പള്ളിയിലോട്ട് വരുന്നുണ്ട്. വരുന്നവരെല്ലാം ഒരു ഗ്ലാസ്സെങ്കിലും ഇതുപോലെ കുടിക്കുന്നുണ്ട്. കോടിക്കണക്കിന് ആളുകളിലേക്ക് ഈ വെള്ളം എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും ഈ കിണർ വറ്റുന്നില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതം. ലോകത്ത് ഏത് കിണറാണ് അങ്ങനെയുള്ളത്? ഇത്രയും ആളുകൾ വെള്ളം കുടിച്ചിട്ടും വറ്റാത്തൊരു കിണർ. ഇന്ന് ഞങ്ങൾ മസ്ജിദുൽ ഹറാമിൻ്റെ ചുറ്റും നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഇമാമിയങ്ങളൊക്കെ വിമർശിക്കുന്നതൊക്കെ ആയിട്ടുള്ള കൊട്ടാരാണിത്. ഇവിടെ രാജാക്കന്മാരൊക്കെ വരുമ്പോഴും ഒക്കെ അവർക്ക് സ്വീകരണം കൊടുക്കലൊക്കെ ഈ കൊട്ടാരത്തിലാണ്. ഈ കൊട്ടാരം നിന്നിയ സ്ഥലത്താണ് ജബൽ അബി ഖുബൈസ് ഉണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞില്ലേ, വിശുദ്ധമായ ദീന് ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഞാൻ അള്ളാഹു അയക്കപ്പെട്ട റസൂലാണ് എന്നുള്ള ആ പരാമർശം നടത്തിയത് ഈ ജബൽ അബി ഖുബൈസിൻ്റെ മുകളിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് നിന്നിരുന്ന സ്ഥലമാണിത്. ഇന്നത് മക്കത്തുൽ മുക്കറമ, മക്തബ് അൽ മുക്കറമ ലൈബ്രറി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ടത്തെ വീട് ഇന്ന് കാണാൻ കഴിയില്ല. ആ സ്ഥലത്ത് ഇന്നൊരു ബിൽഡിംഗ് ആണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴിയിൽ ചാടാൻ വേണ്ടി അബൂജഹൽ കുഴിച്ചു വെച്ച സ്ഥലത്ത് ഇന്ന് ലൈറ്റുകൾ കാണാം. അതേസമയം ഇത് അബൂജഹലിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്നത് ടോയ്ലറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. മക്കയിലെ ഒരു ബസ് സ്റ്റാൻഡാണിത്. ഇവിടെയുള്ള ബസ്സുകളൊക്കെ വളരെ ഇതാണ് മസ്ജിദുൽ വബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടുമ്പ് സംസാരിച്ച ഒരു സ്ഥലമാണിത്, മസ്ജിദുൽ വബ്ബ്. ഇതാണ് മസ്ജിദുൽ ഷജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മരം വന്നുകൊണ്ട് സംസാരിച്ചു എന്നാണ്. ഇതാണ് മസ്ജിദുൽ ജിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിന്നുകളുമായി സംവദിച്ച ഒരു സ്ഥലമാണിത്, മസ്ജിദുൽ ജിന്ന്. ജന്നത്തുൽ മുഅല്ലയാണ്. ഒരുപാട് മഹാന്മാരുടെ മഹദികളുടെ മഖബറ ഇവിടെയുണ്ട്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഖബറയാണ് കാണുന്നത്, സ്വർണ്ണ കളറിൽ. السلام عليكم. من أين؟ من مصر. من مصر. أنا من الهند. أحسن ناس. خالد. خالد. اسمك خالد.
ما اسمك؟ اسمي عبد الباسط. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. മക്കയിലുള്ളൊരു മെഡിക്കൽ ഷോപ്പാണ്. ഒരു മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ. മസ്ജിദുൽ ഹറാമിലെ പ്രാവുകൾ ചില്ലറക്കാരല്ല കേട്ടോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയപ്പോൾ സൗർ ഗുഹയിൽ താമസിച്ച വേളയിൽ ഗുഹയിൽ കൂടുണ്ടാക്കിയ പ്രാവുകളുടെ പിൻഗാമികളാണ് ഇപ്പോൾ ഹറമിലെ പ്രാവുകൾ എന്ന് പറയപ്പെടുന്നു. ആകൃതിയുടെയും നിറങ്ങളുടെയും ഭംഗി കൊണ്ട് ഹറമിലെ പ്രാവുകൾ വേറിട്ട് നിൽക്കുന്നു. നീളമുള്ള കഴുത്ത്, കഴുത്തിന് ചുറ്റുമുള്ള ഡിഫറെന്റ് കളേഴ്സ്, വരച്ച കണ്ണുകൾ ഒക്കെ ഇതിന്റെ ഒരു സവിശേഷതയാണ്. പ്രാവുകളുടെ കൂട്ടങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തും അതിന്റെ മിനാരങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നു. അവയിൽ ചിലത് മക്കയുടെ സമീപ പ്രദേശങ്ങളിൽ കറങ്ങുന്നു. മക്കയിൽ എത്തിയ ഉടൻ ഈ പക്ഷികൾ സന്ദർശകരെയും തീർത്ഥാടകരെയും ഒക്കെ സ്വീകരിക്കാൻ ഓടുന്നു. മസ്ജിദുൽ ഹറാമിനകത്ത് ഒരു ലൈബ്രറി ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? അപ്പോൾ അവിടെ എത്താൻ കിങ് ഫഹദ് ഗേറ്റിലൂടെ എലിവേറ്റർ അല്ലെങ്കിൽ സ്റ്റെയർസ് ഉപയോഗിച്ച് സെക്കൻഡ് ഫ്ലോറിൽ എത്തിച്ചേരുക. അവിടെയാണ് മനോഹരമായി സെറ്റ് ചെയ്ത നമ്മുടെ ലൈബ്രറി ഉള്ളത്. മക്തബത്തു മസ്ജിദുൽ ഹറാം. ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ വളരെ സൂപ്പറാണ്. അതോടൊപ്പം വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് ഇവിടെ. ഇതാണ് എൻട്രൻസ്. അതിലൂടെ അബ്ദുൽ ബാസത്ത് എന്ന എൻ്റെ പേര് എഴുതി അകത്ത് കയറി. ഒരുപാട് കിതാബുകളും ബുക്സും അവൈലബിൾ ആണ്. അറബി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്. ഞാൻ വായിക്കാനെടുത്ത് ഈ ബുക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻസ് റൈറ്റ്സ് അണ്ടർ ദ ശരിയ. കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ അടിയിലുള്ള മനോഹരമായ വ്യൂ കാണാം. പണ്ടുകാലത്തെ കയ്യെഴുത്ത് പ്രതികളുടെ ഒരു ശേഖരവും ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര അറഫ, മിന, മുസ്ദലിഫ, എന്നിവിടങ്ങളിലേക്കാണ്. നമ്മുടെ ഡ്രൈവറുണ്ട്. ഇതും ഹാജിമാർക്ക് മാത്രം തുറന്നു ഹസൻ ചെയ്യുന്ന ആളുകൾക്ക് അന്നത്തെ നിസ്കാരത്തിന് മാത്രം തുറന്നു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ درايفر ايجيبت. منين انت؟ ايجيبت. ما اسمك؟ محمود. محمود حبيبي. شكرا. അറഫയിലെ ഹോസ്പിറ്റലാണ് ജബലുർ റഹ്മ ഹോസ്പിറ്റൽ. ശക്തമായ ചൂടാണ്. ആ ചൂടത്ത് ഒരു ആശ്വാസം നൽകാനുള്ള ഒരു സംഗതിയാണിത്. ഇതിൽ നിന്നും വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ്. ജബലുർ റഹ്മയുടെ മുകളിലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രസംഗം നടത്തിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം അറഫയുടെ ഭാഗങ്ങളാണ്. തല വരെ ഉണ്ട് അതിൻ്റെ ഭാഗങ്ങൾ. ഹജ്ജിൻ്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളാണ് അറഫ ദിനത്തിൽ ഒരു നിമിഷമെങ്കിലും ഇവിടെ താമസിക്കുക എന്നുള്ളത്. ഈ കോമ്പൗണ്ട് നിറയെ അന്ന് ഹാജിമാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അറഫ ദിനത്തിൽ ഇവിടെ താമസിക്കാനും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നേരെ നോക്കിയാൽ ആ വെള്ളം ഒരു കൊട പൊതിഞ്ഞിരിക്കണില്ലേ, അതിന്റെ ഉള്ളിലാണ് ജംറയുള്ളത്. കല്ലെറിയാൻ ജംറത്തുൽ ഊല, ഉസ്ത. മിനയിലെ ടെന്റുകളാണ്. ഓരോ ഹാജിമാർക്കും വ്യത്യസ്തമായ സമയങ്ങളായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ടെന്റുകളിൽ വന്ന് വിളിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവരെ എറിയിപ്പിക്കും. അല്ലാഹു 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 അക്ബർ. 3 ജംറ അവിടെയുള്ളത് ഒക്കെ 3 അവിടെ തന്നെ ഉള്ളത്. ഹാജിമാര് താമസിക്കുന്ന ടെന്റുകളാണിത്. മിനയിലെ ടെന്റുകൾ. ഇനി നമ്മൾ ഗുഹയിലേക്ക് കയറാണ്. മലകൾ തുരന്നുകൊണ്ടാണ് റോഡുകൾ. ഇനി നമ്മളൊരു ഗുഹയിലേക്ക് നമ്മൾ കയറി. ആ ഗുഹന്റെ ഉള്ളിലൂടെ കയറി അപ്പുറത്ത് ഇറങ്ങിയാലും അവിടെയും നമുക്ക് എന്ത് കാണാം? ടെമ്പുകൾ കാണാൻ കഴിയും. മസ്ജിദുൽ ജിറാന, മോസ്ക് ഓഫ് ജിറാനയിലാണ്.
ഇവിടെയുള്ള എല്ലാ പള്ളികളിലും ഇങ്ങനെ ഓരോ പൂച്ചനെ കാണാടോ. അതിൻ്റെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റുന്നുണ്ട്. ജഹ്റാനിന്ന് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് കഅബയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ وأدخلنا الجنة مع الأبرار يا عزيز يا غفار. വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്തുള്ള കടകളൊക്കെ അടക്കും. പിന്നെ ജമാഅത്ത് കഴിഞ്ഞിട്ടേ കച്ചവടം നടക്കുള്ളൂ. അടുത്ത ഉംറ ചെയ്യാൻ വേണ്ടി ആയിഷ പള്ളിയിൽ വന്നതാണ്. ആയിഷ പള്ളി നല്ല ഫെസിലിറ്റീസോടുകൂടി വെൽ എക്യുപ്ഡ് മസ്ജിദാണ്. ആയിഷ പള്ളിയിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും സഹാബത്തൊക്കെ ഉംറക്ക് വരുന്ന ഒരു സമയത്ത് അവരെല്ലാവരും ഇഹ്റാം ചെയ്ത് വന്നു. അവിടെ മദീനയിൽ നിന്നാണ് വന്നിരുന്നത് അല്ലേ. ആയിഷ ബീവിക്ക് ആ സമയത്ത് പീരിയഡ്സിന്റെ സമയമായിരുന്നു. ആയിഷ ബീവിക്ക് ഇഹ്റാം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായി ആയിഷ ബീവിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉംറ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്കൊരു ഇളവ് കൊടുത്തു. അങ്ങനെയാണ് പിന്നീട് ഈ സ്ഥലം ഹറമിൽ വരുന്ന ആളുകളൊക്കെ അവിടെ വന്നിട്ട് ഉംറ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ഉംറ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഹറമിൽ ഏറ്റവും അടുത്ത പ്രദേശവും ഇഹ്റാം ചെയ്യാനുള്ള അടുത്ത പ്രദേശവും ഇത് തന്നെയാണ്. അതെ അതെ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് പോകേണ്ടതുണ്ട് ഇഹ്റാം ചെയ്യാൻ. മാഷാ അല്ലാഹ്. ആയിഷ പള്ളിയിൽ നിന്ന് പിന്നെ മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുടെ മഖബറ സിയാറത്ത് ചെയ്യാനാണ് എത്തിയത്. മാഷാ അല്ലാഹ്. മസ്ജിദുൽ ഹറാമിലെ ആദ്യത്തെ ജുമഅയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഹിറാ ഗുഹയിലോട്ട് എത്തിച്ചേരാൻ ജബൽ നൂർ കയറാൻ വന്നതാണ്. ചൂടായതുകൊണ്ട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്യുകയാണ്. എൻട്രൻസിൻ്റെ അവിടെയുള്ള രാത്രി കാഴ്ച മനോഹരമാണ്. ان شاء الله في الايام القادمه ما شاء الله باذن الله باذن الله. مرحبا مرحبا. الله يبقيك الله يبقيك الله يبقيك يسلمك الله يحييك ان شاء الله ان شاء الله. نزوركم ونجي عندكم نشرب القهوه والشاي باذن الله باذن الله. مرحبا الى بيتي. الله يبقيك الله يبقيك اخوي الله يبقيك. مرحبا. هل عط هذا الجوال يصورنا عط الجوال هذا يصورنا ان شاء الله ان شاء الله. يلا حياك. هل انت سعودي؟ نعم سعودي. ما شاء الله. احسن ما قلت احسن ما قلت. ما اسمك؟ انا حولت عليه ليه؟ طيب بدك تصور هو. اسامه اسامه. ما اسمك؟ محمد. محمد. ما شاء الله. ما هو اسمك؟ اسمي عبد الباسط. ما شاء الله ما شاء الله خير الاسماء خير ما شاء الاسماء الله ما ما شاء شاء الله. الله. نايس تو ميت يو. ايش يعني ما انجليزي ما اعرف. لا تعرف. الله يسلمك ثانك يو. ما شاء الله. شكرا شكرا الله يسعد. ജബലിന്നൂറിൻ്റെ മുകളിലുള്ളത് ഹിറാ ഗുഹ കാണാൻ കയറിയതാണ്. ഇവിടെ നിന്ന് ഇതാണ് ക്ലോക്ക് ടവർ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മക്കയിൽ ഓൾമോസ്റ്റ് കാഴ്ചകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഈ ഗുഹൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് വരേണ്ടത്. ഹിറാ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലമാണ്. കഷ്ടിച്ച ഒരാൾക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഖുർആൻ അവതരണമായത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ പറഞ്ഞു കൊടുത്തത് ഇവിടെ നിന്നായിരുന്നു. മാഷാ അല്ലാഹ്. നമ്മൾ പലപ്പോഴും ഖദീജ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള പ്രണയത്തെ പറ്റി പറയാറുണ്ട്. ചില ആളുകളെങ്കിലും അതൊക്കെ എന്ത് പ്രണയം, ഇന്നത്തെ പ്രണയല്ലേ പ്രണയം എന്ന് പറയാറുണ്ട്. എനിക്ക് വ്യക്തമായൊരു ഉദാഹരണം തരാം. ഞാനിപ്പോൾ ജബലുന്നൂറിനാണുള്ളത്. ഹിറാ ഗുഹ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മക്കയിലെ ഓൾമോസ്റ്റ് വ്യൂ കാണാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ എടുത്ത് കയറി 2-3 ബോട്ടിൽ വെള്ളം തീർത്തിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു നാരങ്ങള്ളം കുടിച്ചു. എന്നിട്ടും ക്ഷീണം മാറുന്നില്ല. എന്നാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ആരാധിക്കുന്ന സമയത്ത് ഡെയിലി 3 ടൈംസ് വരെ ഇവിടെ കയറിയിരുന്നു എന്നാണ്. ഞാനൊക്കെ ഒരു തവണ കയറിയപ്പോൾ തന്നെ ആകെ ടയേർഡായി. അതേസമയം ഖദീജ ബീവി ഡെയിലി 3 തവണ കയറുന്നു. ഈ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി. ഖദീജ ഉമ്മ എടുത്ത ത്യാഗം, അതിൻ്റെയൊക്കെ ഒരംശം പോലും നമുക്കിന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണം.
ഇതാണ് ഹുദൈബിയ സന്ധി നടന്ന സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലോട്ട് പോയ സമയത്ത് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഖുറൈശികൾ തടഞ്ഞു. അങ്ങനെ ഹുദൈബിയ സന്ധി ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ആ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിലാണ് റസൂലുള്ളാഹ് ഇരുന്നതായിട്ട് അറിയപ്പെടുന്നത്. ഇതൊരു മീഖാത്താണ്. ഞങ്ങൾ നെക്സ്റ്റ് ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് കടയിൽ കയറി ഒരു ഡ്രിങ്കും സ്നാക്കൊക്കെ കഴിച്ചു. പിന്നീട് തവാഫ് ചെയ്യാൻ എത്തിയ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്. ഇമാം എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ട് ആളുകളോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആയിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് തോന്നിയത്. മക്കയിലെ ടാക്സികൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പണക്കാർ ഉപയോഗിക്കുന്ന വണ്ടികളാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ടാക്സികൾ. ഇസ്മുക ബിലാൽ മിൻ ഐന അൻത? പാകിസ്ഥാൻ. മാഷാ അല്ലാഹ്. അന മിനൽ ഹിന്ദ്. ഹിന്ദുസ്ഥാൻ. ദോസ്ത്. ശുക്രൻ. ടൊയോട്ടൻ്റെ വെലോസ്, ഹുണ്ടായിൻ്റെ സോണാറ്റ. എനിക്ക് വണ്ടിയായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല സ്റ്റൈലാണ്. പിന്നെ ടൊയോട്ടൻ്റെ ക്യാമറി, വീണ്ടും ക്യാമറി കേട്ടോ ഇവിടെ കൂടുതലുള്ള വണ്ടികൾ. പിന്നെ ഹുണ്ടായിൻ്റെയും വണ്ടികൾ പച്ച കളറിലുണ്ട്, വെള്ള കളറിലുണ്ട്. രണ്ട് രൂപത്തിലും ടാക്സികൾ. കിയൻ്റെ വണ്ടിയുണ്ട് ഇവിടെ. ഇന്ന് ഫ്രീ ആയപ്പോൾ ഞാനും വൈഫും കൂടി ടാക്സി എടുത്ത് ആയിഷ പള്ളിയിൽ പോയി ഒരു ഉംറ ചെയ്തു വരാം എന്ന് തീരുമാനിച്ചു. ഇതാണ് ആയിഷ പള്ളിയുടെ ഒരു എൻട്രൻസ്. ആയിഷ മസ്ജിദിലെ മലയാളത്തിലുള്ള ഒരു ദുആ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار. വൈകുന്നേരം മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരങ്ങളും ക്ലോക്ക് ടവറും ഒക്കെ ഒന്ന് കാണാനിറങ്ങി. ഇനി ഞാൻ നിങ്ങൾക്ക് ഹറമിൻ്റെ സൈഡിലുള്ള വളരെ വിചിത്രമായിട്ടുള്ളൊരു സ്ഥലം കാണിച്ചു തരാം. ഈ വിഷയമായി അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യണം. ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ പെൺ ശിശുഹത്യ വ്യാപകമായിരുന്നു. അതായത് ചില കുടുംബങ്ങൾ അവരുടെ പൈതങ്ങളായ പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം. ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ ഉള്ള നാണക്കേട് ഉൾപ്പെടെ വിവിധ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ അറേബ്യയിൽ ഇസ്ലാം പ്രചരിച്ച ശേഷം ഈ ദുരാചാരം നിർത്തലാക്കപ്പെട്ടു എന്നാണ്. ഖുർആൻ അതിനെ ശക്തമായി എതിർത്തു. ഈ കാണുന്ന സ്ഥലം പണ്ട് പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന സ്ഥലമായി പറയപ്പെടുന്നു. ഹറമിലെ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും വികസനം വന്നിട്ടും ഈ സ്ഥലം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ടാണത്രേ. അല്ലാഹു ആലം. ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീഴുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് നടത്തിയ ഒരു വിപ്ലവം വളരെ വലുതായിരുന്നു. അല്ലാഹ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് റസൂലൂരും സിദ്ദീഖൂരും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടിയത്. സൗർ ഗുഹ കയറിക്കൊണ്ടിരിക്കുകയാണ്. ജബലുന്നൂർ കയറിയതിനേക്കാൾ വളരെ പ്രയാസമാണ് ഈ മല കയറാൻ. മക്കയിലെ ഉന്തി നിൽക്കുന്ന മലകളും പരന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളും തലങ്ങും വലങ്ങും പോകുന്ന റോഡുകളും കാണാട്ടോ. ഉള്ള പാറകളും കല്ലുകളും നിറഞ്ഞ ഏരിയകളാണ് കേട്ടോ കയറുന്ന സമയത്ത് അധികവും. ഇവിടെ കുറേ പ്രാവുകളെ കാണാട്ടോ. പണ്ട് റസൂലൂരെ രക്ഷിച്ച പ്രാവുകളുടെ അനുയായികളായിരിക്കാം. ഓരോരോ പാറക്കല്ല് പഠിച്ചനെ. ഇതാണ് സൗറ്. ഇത് കൂടി പോകുക എന്നുള്ള ഭയങ്കര ടാസ്ക് കേട്ടോ. നിസ്കരിക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കൂടി ഇങ്ങനെ കയറി പോകണം ചെയ്യണ്ട കേട്ടോ. നമ്മുടെ റസൂലൂര് സഹിച്ച ത്യാഗങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം കേട്ടോ. നടന്നു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിറ്റുള്ള റസൂലുള്ളാഹിനെ പിന്നീട് സിദ്ദീഖൂര് ഏറ്റിയിട്ടാണ് ഈ ഗുഹയിലോട്ട് കൊണ്ടുവന്നത് എന്നാണ്. ربي حين يقسمها تأتي على حسب العصيان في القسم. അങ്ങനെ ഒരു പുണ്യ സ്ഥലത്ത് കൂടി നമ്മൾ എത്തിയിരിക്കുകയാണ്, സൗർ ഗുഹയിൽ. അൽഹംദുലില്ലാ. നമ്മൾ ജബൽനൂർ കയറി. ജബൽനൂറിനേക്കാളും കുറച്ചും കൂടി ഇറങ്ങാറാണ് ഈ മല കയറാൻ അല്ലേ. ജബൽനൂറിൽ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളും അങ്ങനെ വല്ലാതൊന്നുമില്ല. ഭയങ്കര
ഇടങ്ങേറ് പിടിച്ചൊരു ഘട്ടത്തിലൂടെ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖൂരും ശത്രുക്കളിൽ നിന്ന് രക്ഷ തേടി ഇങ്ങോട്ട് എത്തിയത് അല്ലെ വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച സാഹചര്യത്തിലൂടെ തന്നെയാണ് അവർ വന്നിട്ടുണ്ടാവുക. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന واغفر لنا ما مضى يا واسع الكرم. ഗുലാം ദസ്തഗീർ പാകിസ്ഥാൻ. പാകിസ്ഥാൻ. അച്ഛാ ഇദ്ദേഹം എന്നെ കണ്ടേക്ക് തന്നെ ഞാൻ ഒരു കേരളക്കാരനാണെന്ന് മനസ്സിലാക്കിട്ടോ. ഓക്കെ, എന്നിട്ട് കേരളത്തെ പറ്റിയിട്ട് അദ്ദേഹം പറയണം. माशाल्लाह केरला का जो भी आदमी मक्का में काम करता है सऊदी अरब में बहुत बड़ी बड़ी पोस्ट में है. माशाल्लाह एजुकेशन बहुत बेस्ट है. अच्छा, मैं लाइक करता हूँ पाकिस्तान से, मैं लाइक करता हूँ केरला को. ഇവരെ കാണുമ്പോൾ നമ്മളെ ബെന്യാമിൻ്റെ ആടുജീവിതം ഓർമ്മ കേട്ടോ. അങ്ങനത്തെ ആൾക്കാരാണ്. ഹലോ ഫൈൻ അൽഹംദുലില്ലാഹ്. Where are you? I am from India. And where are you from? Nice to meet you. I am from Pakistan. MashaAllah. How long you are working here? MashaAllah. മരുഭൂമിയുടെ കപ്പലിലെ പാലൊക്കെ കുടിക്കണ്ടേ? ഇവിടെ സൗദി അറേബ്യ വന്നിട്ട് ഒട്ടകപ്പാൽ കുടിച്ചാതെ പോകാറിനാല് كم ريال؟ 5 ريال. ما شاء الله. أنت تتكلم مليالم؟ ما شاء الله. بسم الله الرحمن الرحيم. الحمد لله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ പാല് നന്നായിട്ട് കുടിക്കുമായിരുന്നു എന്നാണ്. ഒട്ടകത്തിന്റെ പാലും ഈത്തപ്പഴം നന്നായി കുടിക്കുമായിരുന്നു. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരക്കമരങ്ങൾ നിര നിര നിരയായി. ഇന്നത്തെ യാത്ര തായിഫിലോട്ടാണ്. മൗലിദൊക്കെ ചൊല്ലി ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ചീനിയൊക്കെ കഴിച്ചാണ് യാത്ര. നല്ല ചൂടുണ്ടായിരുന്നു. AC ബസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. തായിഫിലാണുള്ളത്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ സിയാറത്ത് ചെയ്യാൻ വന്നതാണ്. പരിശുദ്ധ റസൂലിനോടുള്ള സഹവാസം കൊണ്ട് ജീവിതം തിരുത്തി എഴുതിയ മഹാൻ. രാത്രി നിസ്കാരത്തിലും പകൽ മുഴുവൻ നോമ്പുമായി ദിനരാത്രങ്ങളെ ജീവിപ്പിച്ച അപൂർവ വ്യക്തിത്വം. സഹാബി ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖൻ. ഹിജ്റയുടെ 3 വർഷങ്ങൾക്ക് മുമ്പേ പിറന്നു വീണ അദ്ദേഹത്തിന് പ്രവാചകർ വഫാത്താകുമ്പോൾ വെറും 13 വയസ്സ്. അപ്പോഴേക്കും അദ്ദേഹം അനേകം ഹദീസുകൾ മനഃപ്പാഠമാക്കിയിരുന്നു. യാത്രയിലും പ്രാർത്ഥനയിലും എന്നുവേണ്ട എല്ലാത്തിലും പ്രവാചകരുടെ സന്തത സഹചാരി. സഹാബി പ്രമുഖരിൽ തീർത്തും വ്യത്യസ്തനായിരുന്നു പ്രവാചക പിതൃവ്യപുത്രനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഇടയ്ക്കൊരു പെട്രോൾ പമ്പിൽ കയറി ഫ്യൂവലിൻ്റെ വില നോക്കൂ. സൗദിയിലെ 2 രൂപ പോലും ഇല്ല കേട്ടോ. ഒരു കുലമുന്തിരി 1 റിയാൽ കൊടുത്തപ്പോൾ കിട്ടിയതാട്ടോ അത്. ഇതിന് 5 റിയാല്. ഫ്രൂട്ട്സുകൾ നന്നായി കായ്ക്കുന്ന ഒരിടമാണ് ഇവിടെ. ഇതാണ് മസ്ജിദ് അദ്ദാസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലോട്ട് വന്ന സമയത്ത് ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിഞ്ഞ് ഓടിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം തേടിയ സ്ഥലം ഇവിടെയായിരുന്നു. ഇവിടെ ഒരു മുന്തിരിത്തോട്ടമാണ് ഉണ്ടായിരുന്നത്. അദ്ദാസ് എന്ന് പറയുന്ന ആ തോട്ടക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കൊടുത്ത് പിന്നീട് ഇസ്ലാമിലോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയാണ് മസ്ജിദ് അദ്ദാസ്. കിണറ്റിൽ നിന്നായിരുന്നു അദ്ദാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം നൽകിയത്. ഇപ്പോഴും ആ കിണറ്റിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അലി റളിയല്ലാഹുവിൻ്റെ പേരുള്ള പള്ളിയാണ് നടുവിലുള്ളത്. ആദ്യമായിട്ട് മിനാരത്തോടെ ഉണ്ടാക്കിയ പള്ളി. മറ്റു പല കാഴ്ചകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലമാണിത്. ഇതൊക്കെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ചെറിയ കണ്ടോല് കാണാത്തവർക്ക് കാണിച്ചു കൊടുക്കാം. ആ മുകളില് ഏറ്റവും മുകളിലല്ല, കുറച്ചുകൂടെ താഴോട്ടായിട്ട് 2 മക്കയിലെ അവസാന ദിവസത്തിൻ്റെ തലേന്നാൾ തലമുടി മുഴുവനായിട്ട് വടിച്ചു കളഞ്ഞു. അത്തറുകടയിൽ പോയി 1-2 അത്തറുകളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നീട് അവസാന ദിവസം വദാഇൻ്റെ തവാഫിലോട്ട് പ്രവേശിച്ച് കഅബയോട് സലാം ചൊല്ലി മക്കയോട് വിട പറയുകയായിരുന്നു. അന്ന് വൈകുന്നേരം ഞങ്ങൾ മരുഭൂമികൾക്കിടയിലുള്ള ഹൈവേയിലൂടെ സ്വലാത്തുകളും മദ്ഹുകളും മൗലിദുകളും ചൊല്ലി എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ മദീനയിലേക്ക് യാത്ര തിരിച്ചു.
على حبيبك. ഇതാണ് ബദറിലെ മസ്ജിദ് അരീഷ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ നിസ്കരിച്ചത്. ഹംസ റളിയല്ലാഹു അൻഹു കാവൽ നിന്ന ഹൗളാണിത്. രാത്രി ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ അവ്യക്തമാണ്. വന്നപ്പോൾ രണ്ട് കഷ്ടമാക്കി മാനം കാത്ത ആ സ്ഥലമാണത്. വലിയത് തുടങ്ങിയ ആളുകളെ കുഴിച്ചിടേണ്ടത് ആ ഭാഗത്താണ്. അവിടെ ചെറിയൊരു പൊട്ടക്കിണറുണ്ട്, അതിലാണ് കുഴിച്ചിട്ട്. അപ്പം അവിടെ പോയിട്ട് എല്ലാവരും എന്ത് ചെയ്യും, കല്ലെറിയും. ഓല ദേഷ്യം പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ആ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. മാഷാ അല്ലാഹ് ബദറിലാണുള്ളത്. ബദർ യുദ്ധത്തിൽ മലായിക്കത്ത് സഹാബത്തിനെ സഹായിച്ചു. അവരൊരു മലയിലാണ് ഇറങ്ങിയത് എന്നുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു മല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മല. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കയറുന്ന സമയത്ത് കാല് പൂന്തി പോകുന്നൊരു ഏരിയ കേട്ടോ. പൂഴിമണ്ണ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തിന് യുദ്ധത്തിന് സഹായകമായി അല്ലാഹു തആല മലായിക്കത്തുകൾ ഇറക്കി. ആ സമയത്താണ് ഇബ്ലീസ് ഓടി രക്ഷപ്പെട്ടു. ജബൽ മലായിക, മാഷാഅല്ലാഹ്. അൽഹംദുലില്ലാഹ്. ജബൽ മലായിക, ജബൽ അബിയൽ പർവ്വതമാണ്. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹദറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. പിറ്റേന്നത്തെ പ്രഭാതം മദീനയുടെ കുളിരണിയിപ്പിക്കുന്ന മഹനീയ പട്ടണം ഞങ്ങളെ വരവേറ്റു. എൻ്റെ 28 വർഷക്കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഏറെ കൊതിച്ച ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്ര. പുതിയ തൊപ്പി, പുതിയ വസ്ത്രം ഒക്കെ ധരിച്ചിട്ടുണ്ട്. ഹോട്ടൽ താജ് വർഡിൽ നിന്നും മസ്ജിദ് നബവിയെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. ഉംറ കർമ്മമെന്ന പോലെ മനുഷ്യന് അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ് മുത്തുനബിയെ സിയാറത്ത് ചെയ്യൽ. മൻ സാറ ഖബരി വജബത് ലഹു ഷഫാഅതി. എൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് എൻ്റെ ശുപാർശ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി വചനം. ഉംറക്ക് മുമ്പോ ശേഷമോ റൗള സിയാറത്ത് ചെയ്യാൻ മദീനയിലേക്ക് പോകൽ പ്രധാനപ്പെട്ട ആരാധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിസ്കരിക്കുക എന്ന ഉദ്ദേശവും കരുതണം. ഈ പരിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിച്ചു ശുദ്ധിയാവുകയും പുതുവസ്ത്രങ്ങൾ അണിയുകയും സുഗന്ധം പൂശുകയും ചെയ്യൽ സുന്നത്താണ്. റൗള ഭാഗം മദീന പള്ളിയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിറമുള്ള കാർപ്പറ്റും തൂണുകളും നൽകി വേർതിരിച്ചിട്ടുണ്ട്. ജമാഅത്തിന് ഇറങ്ങിയതാണ്. പ്രാവിൻകൂട്ടങ്ങൾ ഇവിടെയുണ്ട്. മക്കത്തും മദീനത്തൊക്കെ താമസിക്കുമ്പോൾ എല്ലാ ജമാഅത്തിലും പരമാവധി പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഇത്തരമൊരു സന്ദർഭം നമുക്കെപ്പോഴും കിട്ടുമല്ലോ. സ്ത്രീകൾക്ക് ഇരു ഹറമിലാണെങ്കിലും റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യം. അന്യപുരുഷന്മാരെ തൊട്ടുരുമി ജമാഅത്തിന് ശ്രമിക്കുന്നത് അത്ര നല്ലതല്ല. ലോകത്തിലെ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ലിഫ്റ്റ് എന്നറിയപ്പെടുന്ന ലിഫ്റ്റിലാണുള്ളത്. ഈ ലിഫ്റ്റ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുക മുത്തുനബിയുടെ റൗള ഷരീഫും അവിടുത്തെ പച്ച കുബ്ബയുമാണ്. മാഷാ അല്ലാഹ്, സ്വല്ലു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയായപ്പോൾ ഒരു പർച്ചേസിനൊക്കെ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. എന്ത് മനോഹരമാണല്ലേ ഈ പട്ടണം. പിറ്റേന്ന് രാവിലെ ജന്നത്തുൽ ബഖീഅയിലോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് കഴിഞ്ഞാൽ 10,000-ഓളം സഹാബികളും മറ്റു പല മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ബഖീഅയിലോട്ട് പോകൽ സുന്നത്താണ്. മദീന സിയാറയിലാണുള്ളത്. ഉഹുദ് മലയിലാണ്. തൊട്ടു പിന്നിൽ കാണുന്നത് ജബലുർ റുമാത്താണ്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള കുന്നിൻമുകളാണ് ഉഹുദ് മലക്ക് തൊട്ടടുത്തുള്ള ജബലുർ റുമാത്ത്. ഉഹുദ് യുദ്ധം നടക്കുന്ന സമയം 50ഓളം അമ്പെയ്ത്തുകാരോട് ഈ കുന്നിൻ മുകളിൽ നിലകൊള്ളാനും തൻ്റെ അനുമതിയില്ലാതെ ഇറങ്ങരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ അവർ ശക്തമായ പോരാട്ടം നടത്തി. അവിടെ നിന്ന് വരുന്ന അസ്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടി. യുദ്ധം ജയിച്ചു എന്ന് കരുതി ഇവർ നബിയുടെ നിർദ്ദേശം ലഭിക്കുന്നതിന് മുന്നേ ഇറങ്ങി വന്നു. ഇത് കണ്ട് ശത്രുക്കൾ പിന്നിൽ നിന്ന് ആക്രമിച്ചു. മുസ്ലിങ്ങൾക്ക് വലിയ തിരിച്ചടി ലഭിക്കുകയും ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് ധീരരുടെ വഫാത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ ഇവിടെയാണുള്ളത്. പ്രവാചകർ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. വിജയത്തിനോടൊപ്പം പരാജയവും കൂടെ ഉണ്ടാകുമെന്നും സമ്പത്തിനോടുള്ള ആർത്തി തോൽവിക്ക് കാരണമാകുമെന്നും കിംവദന്തികളിൽ പെട്ടുപോകരുതെന്നും ഐക്യമുണ്ടാകണമെന്നും ഏത് പ്രതിസന്ധിയിലും പരാജയപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകരുതെന്നും ജബലുർ റുമാത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മസ്ജിദുൽ ഖിബ്ലത്തൈനിലാണ് ഉള്ളത്. ഇതാണ് മസ്ജിദുൽ അഖ്സയിലോട്ടുള്ള ഭാഗം. 2 ഖിബ്ല ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു
പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ഒരുപാട് കാലം അഭിമുഖീകരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലോട്ടായിരുന്നു. എന്നാൽ നബിയോർക്ക് കഅബയോടുള്ള ആത്മബന്ധം വളരെ കൂടുതലായിരുന്നതിനാൽ ഖിബിലയായി കഅബ ഷരീഫ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കഅബയിലേക്ക് ഖിബില മാറ്റാനുള്ള ഉത്തരവ് ഖുർആനിലൂടെ ലഭിച്ചു. അതുപ്രകാരം നബിയും സഹാബത്തും അതേ നിസ്കാരത്തിൽ തന്നെ കഅബയിലേക്ക് തിരിയുകയും അതിനെ ഖിബിലയാക്കി സ്വീകരിക്കുകയും ചെയ്തു. ഒരു നേരത്തെ നിസ്കാരം 2 വ്യത്യസ്ത ഖിബിലകളുടെ നേരെ തിരിഞ്ഞ് നിന്ന് നിസ്കരിച്ചതിനാൽ അന്ന് മുതൽ 2 ഖിബിലകളുള്ള പള്ളി എന്നർത്ഥം വരുന്ന മസ്ജിദുൽ ഖിബിലത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മസ്ജിദുൽ ഖുബയിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ആദ്യമായിട്ട് മുട്ടുകുത്തിയ സ്ഥലമാണ് മസ്ജിദുൽ ഖുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച 1ാമത്തെ പള്ളിയാണ് ഖുബ മസ്ജിദ്. മദീനയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ മക്കയുടെ ദിശയിലാണ് ഖുബ എന്ന സ്ഥലം. ഇവിടെ വെച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സഹാബിമാരോടൊന്നിച്ച് പരസ്യമായി ജമാഅത്ത് നിസ്കാരം നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചകളും ഇവിടെ വന്ന് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട്. ബിഅ്റു അരീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മോതിരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ കിണറ്റിൽ വീണതുകൊണ്ട് ബിഅ്റു ഖാത്തം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ന് ഞങ്ങൾ മസ്ജിദ് നബവി ചുറ്റി കാണാൻ ഇറങ്ങി. ഒരുപാട് കാഴ്ചകൾ കാണാനും ചരിത്രങ്ങൾ അറിയാനൊക്കെ ഇതിലൂടെ കഴിഞ്ഞു. അയിന തസ്കുൻ മദീന മാഷാ അല്ലാഹ്. السلام عليكم. السلام. كيف حالك؟ الحمد لله. هل تحفظ القرآن؟ نعم. ما شاء الله. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. ഇന്ന് ഞങ്ങൾ പല കാറുകളിലായി മദീനയുടെ പല ഭാഗത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആ വീട് പള്ളി ആക്കിയതാണ്. അതായത് മസ്ജിദ് ബനി ഹറം എന്നാണ് ഇതിന്റെ പേര്. മസ്ജിദ് ബനി ഹറം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവിടെ കോൺക്രീറ്റ് പണി തന്നെയാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ് ഇതൊക്കെ പഴയ ഹെറിറ്റേജ് ഇതിലേക്ക് ഉൾപ്പെടുത്തി പഴമേലെ കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജബലുൽ ഫതഹിലാണുള്ളത്. ഇവിടെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തഖ് യുദ്ധവേളയിൽ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലം. ആ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഇവിടെ സുജൂദ് ചെയ്യാറുണ്ട്. ചുറ്റും പാറക്കെട്ടുകളുള്ള ഒരു ഏരിയയാണ്. ആ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഒരു സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. മദീന ഭരിച്ചിരുന്നത് തുർക്കികളാണ്. 500 വർഷത്തോളം മക്കയും മദീന ഹിജാസ് മക്കയും മദീനയും അടങ്ങുന്ന സ്ഥലത്ത് മസ്ജിദുൽ ഫസഹാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്ന സ്ഥലമാണ്. ബിഅ്ർ ഖർസിലാണ് ഉള്ളത്. ഇവിടെയുള്ള വെള്ളം ഒരുപാട് പുണ്യമാക്കപ്പെട്ട ഒരു വെള്ളമാണ്. അവിടെ നിന്ന് ഞങ്ങൾ പല ഏരിയകളിലേക്കും പോയി. മദീന അത്യാവശ്യം ചുറ്റിക്കറങ്ങാനുണ്ട്. രാത്രിയായിരുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഞങ്ങൾ മദീനയോട് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞ് സങ്കടത്തോടു കൂടി മദീനയിൽ നിന്നും ഞങ്ങൾ യാത്രയാവുകയാണ്. ജിദ്ദ എയർപോർട്ടിലെത്തി സംസം വെള്ളം കൈപ്പറ്റി നേരെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഞങ്ങൾ പറന്നുയർന്നു. 15 ദിവസം പറയാതെ വയ്യ, വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്.